2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലതരം സർവേകളും വന്നു കഴിഞ്ഞു. പൊളിറ്റിക്സ് കേരളയും സർവേ പുറത്തുവിട്ടു. ഇപ്പോൾ കോൺഗ്രസിനെ പേടിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെ നിയോഗിച്ച ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയാണ്. കേരള ശബ്ദമാണ് ഈ സർവേയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സർവേ, കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സർവേ. തുടർച്ചയായി മൂന്നാം തവണയും UDF പ്രതിപക്ഷത്തിരിക്കും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ സർവേയിൽ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. 3 ജില്ലകളിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. BJPയുടെ വളർച്ച അതിവേഗമാകും. BJPയുടെ വോട്ട് വർദ്ധിക്കുന്നിടത്ത് കോൺഗ്രസിൻ്റെ വോട്ട് കുറയും. ഇതാണ് ഈ സർവേ പറയുന്നത്. സർവേ പറയുന്ന 3 ജില്ലകൾ തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ തകർച്ച കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13-ലും കോവളം ഒഴികെ 13-ലും വിജയിച്ചത് LDF ആണ്. മാത്രമല്ല കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നേമം, വട്ടിയൂർക്കാവ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. കഴക്കൂട്ടത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയായി കണ്ട് പ്രചരണം നടത്തിയ ഡോക്ടർ SS ലാൽ 3ാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി. കഴക്കൂട്ടത്ത് BJPയുടെ ശോഭാ സുരേന്ദ്രനാണ് വൈകി എത്തിയെങ്കിലും 2ാം സ്ഥാനത്തെത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു. ഇത്തവണ കോവളവും നഷ്ടപ്പെടും എന്നാണ് ഈ സർവേ പറയുന്നത്. പാലക്കാടും തൃശ്ശൂരും ഇതുപോലെയുള്ള തകർച്ച ഉണ്ടാകും. തകർന്ന് തരിപ്പണമാകും. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് വളരെ പിന്നിലായിരിക്കുന്നു. കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പ്രാദേശിക സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അടക്കം എല്ലായിടത്തും കോൺഗ്രസ് തകരാനുള്ള കാരണം. പ്രാദേശിക നേതാക്കൾ ജനങ്ങളുമായി സംവേദിക്കണം, വീടുകളിൽ ചർച്ച നടത്തണം, വീടുകളിൽ സന്ദർശനം നടത്തണം, കുടുംബ യോഗങ്ങൾ സംഘടിപ്പിക്കണം. ഇതൊക്കെയാണ് ഈ സർവേ നൽകുന്ന നിർദ്ദേശങ്ങൾ. മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്. സോഷ്യൽ മീഡിയ രംഗത്ത് കോൺഗ്രസ് വളരെ 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 ദുർബലമാണ്. മുതിർന്ന നേതാക്കൾക്ക് പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനോ കഴിയുന്നില്ല. അത് കോൺഗ്രസിൻ്റെ വലിയൊരു പരാജയം തന്നെയാണ്. ഇത് തിരിച്ചറിയുകയും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ഇവൻ്റ് ഗ്രൂപ്പുകളെ, PR ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുകയും വേണം. ഇതാണ് രഹസ്യ സർവേയുടെ ഉള്ളടക്കം. ഭരിക്കുന്നിടത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഭരിക്കുന്നിടത്ത് വികസന രേഖയും, ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നിടത്ത് കുറ്റപത്രവും തയ്യാറാക്കണമെന്നും രഹസ്യ സർവേയിൽ പറയുന്നു. എന്തായാലും കോൺഗ്രസ് നടത്തിയ രഹസ്യ സർവേ കേരള ശബ്ദം പുറത്തുവിട്ടിരിക്കുന്നു. അതനുസരിച്ചാണെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസിന് വേണ്ട. തിരുവനന്തപുരത്തൊക്കെ വമ്പിച്ച തിരിച്ചുവരവ് നടത്തുമെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അത് അസാധ്യമാണ്. പാലക്കാടും നിലമ്പൂരും വിജയിച്ചത് കൊണ്ട് മാത്രം ഒന്നുമാകുന്നില്ല എന്ന് സർവേ പറയുന്നു. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറിയതോടെ കോൺഗ്രസ്സുകാർക്ക് ആവേശം നഷ്ടപ്പെട്ടു. അത് സർവേയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന് അത് ചെയ്യേണ്ടി വന്നു, സതീശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി.
സതീശന്റെ നിർബന്ധപൂർവമായ ഇടപെടലാണ് സുധാകരനെ മാറ്റി തണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി മാറ്റിയത്. അത് കോൺഗ്രസിന് വലിയ ദോഷമാണ് ഉണ്ടാക്കിയതെന്ന് ഈ രഹസ്യ സർവേയിൽ പറയുന്നു. സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ഈ സർവേ നടത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ആ സർവേയുടെ ഫലമാണ് കോൺഗ്രസിനെ പേടിപ്പിക്കുന്നത്. 3 ജില്ലകളിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും എന്ന നഗ്നമായ സത്യമാണ് ഈ സർവേയിലൂടെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശയ്ക്ക് ഈ സർവേ തുടക്കമിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ UDF എന്ന പ്രസ്ഥാനം കാണില്ല. UDFന് ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അത് UDF ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നതിന് തുല്യമാകും. BJPയുടെ വോട്ട് വർദ്ധിക്കുന്നിടത്ത് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുന്ന പ്രതിഭാസം കാലാകാലങ്ങളായി കണ്ടുവരുന്നു. മാത്രമല്ല, കുതികാൽ വെട്ട്, തമ്മിൽ തല്ല്, ഇതൊക്കെ ഇപ്പോഴും കോൺഗ്രസിൽ നടക്കുന്നു. VD സതീശനും യുവ നേതാക്കളും അടങ്ങിയ ഒരു ഗ്രൂപ്പ്, K സുധാകരന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല നയിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്, ഇപ്പോഴത്തെ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഒരേ ഗ്രൂപ്പ്, ഇങ്ങനെ ചിതറി കിടക്കുന്നു ഗ്രൂപ്പ്. പണ്ട് ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞത് K കരുണാകരനാണ്. ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന്റെ ശക്തി എന്ന് പറഞ്ഞത് ലീഡറാണ്. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് ഗ്രൂപ്പുകൾ വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒരു തിരുത്തൽവാദികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഓരോ നേതാക്കൾക്കും ഓരോ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് അധിഷ്ഠിതമായി ഗ്രൂപ്പ് മാനേജ്മെന്റുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ. ഇതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദയനീയമായ സ്ഥിതിവിശേഷം. ഈ സ്ഥിതിവിശേഷത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. K സുധാകരൻ അതിനാണ് ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം പാളിപ്പോയി. സെമി കേഡർ പാർട്ടിയായെങ്കിലും കോൺഗ്രസിനെ മാറ്റാൻ സുധാകരൻ ശ്രമിച്ചു. പക്ഷേ സുധാകരന് മാറിപ്പോകേണ്ട അവസ്ഥ വന്നു. സുധാകരനെ തന്നെ തട്ടിമാറ്റി കോൺഗ്രസ്സുകാർ. അതോടെ കേഡറും പോയി, സെമി കേഡറും പോയി, എല്ലാം പോയി. മറ്റേ നാടോടിക്കാറ്റിൽ തിലകൻ പറയുന്നത് പോലെ ആറ്റം ബോംബ്, മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒടുവിൽ പവനായി ശവമായി. ഇതുപോലെയായി സുധാകരന്റെ അവസ്ഥ. എന്തായാലും ഊർജ്ജസ്വലതയുള്ള സുധാകരനെ മാറ്റിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണെന്ന് ഈ സർവേയിൽ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പേടിച്ചേ പറ്റൂ. കാരണം ഈ സർവേ നടത്തിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, മറ്റാരുമല്ല. CPM ആണ് സർവേ നടത്തിയിരുന്നെങ്കിൽ CPM സർവേ എന്ന് പറയാമായിരുന്നു. ആ സർവേയുടെ എല്ലാ ഡീറ്റെയിൽസും കേരള ശബ്ദം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കഷ്ടമാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഒരിക്കൽ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ.